ദിസ് ഇസ് സൗമ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നും എഗെയിൻ ഒരു വ്ളോഗാണ്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം അവിടുത്തെ ഒരു കുട്ടി വിശേഷങ്ങളായിട്ട് ഒരു കുട്ടി വ്ളോഗാണെന്ന്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒക്കെ ഇങ്ങനെയാണോ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ വരാത്ത മുഖക്കുരികളൊക്കെ പൊന്തണത്? എനിക്കങ്ങനെയാണ്. യെസ്, ഒരുങ്ങണ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമയം ഉണ്ടായില്ല. അങ്ങോട്ട് ഓടി നടക്കലായിരുന്നു. ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ട്രാവലറിനാണ് പോയത്. എൻഗേജ്മെൻറ്റ് നടക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ. അപ്പോൾ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെയാണ് എൻഗേജ്മെൻറ്റ്. ദീപ്തി എന്നാണ് പേര്. അപ്പം നമ്മളിവിടെ നിന്ന് ഒരു ട്രാവലറിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. നമ്മളവിടെ ഒരു 10:30 ആയപ്പോഴത്തേക്ക് എത്തി. ഫംഗ്ഷൻ 12 മണിക്കാണ്. പിന്നെ അവൾ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അവളുടെ ഫസ്റ്റ് ലുക്ക് കേട്ടോ. നല്ല രസമില്ലേ? എനിക്ക് ഫസ്റ്റ് ലുക്കാണ്. സെക്കൻഡ് ലുക്കിനേലും കൂടുതൽ ഇഷ്ടമായിരുന്നു. നല്ല സിമ്പിളായിട്ട് ആ ലെഹങ്ക കാണാൻ നല്ല സൂപ്പർബായിരുന്നു. ആൾക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങോട്ട് തിരിയൂ, ചിരിക്കൂ, കറങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആരുടെ കൂടി അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് കൂടുതലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവളിങ്ങനെ സൈഡിൽ നിന്ന് ട്രോളിക്കൊണ്ടിരിക്കണമായിരുന്നു. ഞാൻ പകുതി ടൈം പോസ്റ്റായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫോട്ടോസ് കിട്ടി. സന്തോഷവേളയിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പേരുണ്ട്. ഞാൻ ദീപ്തി, പിന്നെ ബബ്ലു എന്നുണ്ടോ ഞങ്ങൾ വിളിക്കുക. പിന്നെ മണിയുടെ ഒറിജിനൽ പേര് ധന്യ. ഞങ്ങൾ 3 പേരും 5 days ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട്. പിന്നെ ഫാമിലി ഫോട്ടോഷൂട്ടും ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു. വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ ഫസ്റ്റ് ലുക്കിലുള്ള വീട്ടിൽ നിന്നുള്ള ഫോട്ടോസ് എല്ലാവരും റിലേറ്റീവ്സൊക്കെ വന്ന് എടുക്കണ സംഭവമായിരുന്നു ഇത്. ഇതാണ് എൻ്റെ അപ്പയുടെ പെങ്ങളാണ്. പിന്നെ ആളുടെ ഹസ്ബൻഡ്, ചേട്ടൻ, പിന്നെ ബബ്ലു. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഭയങ്കര പ്ലാനൊക്കെ ഇട്ടേക്കായിരുന്നു. വീഡിയോ ഒക്കെ സൂപ്പറായിട്ട് എടുക്കണം, വ്ളോഗ് ചെയ്യണം. പക്ഷേ എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, എനിക്ക് പറ്റണില്ല. ഞാൻ അങ്ങോട്ട് ഓടി നടക്കണമെന്ന് തോന്നുന്നു. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നു പോവാം. പകുതി വിശേഷങ്ങളൊന്നും ഇതിലില്ല. പക്ഷേ നമുക്ക് കല്യാണത്തിന് സെറ്റാക്കട്ടെ. ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും. കല്യാണത്തിന് ഞാൻ സൂപ്പറായിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. ബാക്കിൽ ആ വാവെന്ന് പറഞ്ഞില്ലേ, അവളെൻ്റെ തന്നെയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞ് ഒരു ബേബി ഉണ്ട് കേട്ടോ. ബേബി ഗേൾ. ദേവു എന്നാണ് വാവയുടെ പേര്. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബാക്കി ക്ലിപ്സ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് നേരം ഉണ്ടായില്ല. അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ KS പാർക്കിലോട്ടാണ് വന്നത് ഫോട്ടോഷൂട്ടിനായിട്ട് കേട്ടോ. അവരിങ്ങനെ ഫോട്ടോ എടുക്കണമായിരുന്നു. ഞാൻ സൈഡിലിരുന്ന് ഫോൺ നോക്കണമായിരുന്നു. എനിക്ക് കട്ട പോസ്റ്റായിരുന്നു. പിന്നെ ഇടയ്ക്ക് പോയിട്ട് ട്രോളിയിട്ട് വരുവോളെ കുറച്ച് ചിരിപ്പിച്ച് കളിയാക്കിയിട്ട് വരും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ധന്യയും പിന്നെ ചേച്ചി, ഇത് എൻ്റെ അച്ഛൻ്റെ വേറൊരു പെങ്ങളുടെ മോളാണ് കേട്ടോ. ഗീതു എന്നാണ് പേര്. അപ്പോൾ ചേച്ചിയും വന്ന് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അവിടെ അങ്ങനെ അധികം നേരമൊന്നും നിന്നില്ല. ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് ഒരു കുട്ടി വീഡിയോ. ഐ നോ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് എഗെയിൻ, ബട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ക്ലിപ്സും അവരുടെ കുറച്ച് ക്ലിപ്സും ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.